ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ ലളിതാംബികേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ്. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാത, യശസ്വിനി. മഹായോഗികളായിട്ടുള്ള സിദ്ധന്മാർക്ക് ഈശ്വരിയായിരിക്കുന്ന ദേവി. സിദ്ധവിദ്യ, ശ്രീവിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ദേവി സിദ്ധന്മാരുടെ മാതാവായിരിക്കുന്നു. യശസ്വിനി, അത്യധികമായ കീർത്തിയോടുകൂടി ഇരിക്കുന്ന ദേവി. അടുത്തത് വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന. വിശുദ്ധി ചക്രത്തിനെ പറ്റി ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൂലാധാരത്തിൽ തുടങ്ങി ശക്തി ഇങ്ങനെ പോവുകയാണ്. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം കഴിഞ്ഞ് വിശുദ്ധി ചക്രം നമ്മുടെ കണ്ഠത്തിന് നേരെയാണ് വിശുദ്ധി ചക്രം. അതിൽ അധിവസിക്കുന്ന ദേവി എന്നാണ് പറയുന്നത്. ആ രക്തവർണ എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ ദേവി. വിശുദ്ധി ചക്രനിലയാ രക്തവർണ, അങ്ങനെയാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. ത്രിലോചന, 3 കണ്ണുകളുള്ള ദേവി. അടുത്തത് ഗഡ്വാങ്കാദിപ്രഹരണ വദനേക സമന്വിത. ഗഡ്വാങ്കം എന്ന ആയുധം ധരിച്ചിരിക്കുന്നു. ഒരു മുഖത്തോടു കൂടിയിട്ടുള്ള ദേവിയാണ്. അടുത്തത് പായസാന്നപ്രിയ ത്വക്സ്ഥ പശുലോക ഭയങ്കരി. പായസമാകുന്ന അന്നത്തിൽ പ്രിയമുള്ള ദേവി, ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. പശുലോകം എന്ന് പറയുന്നത് സംസാര ലോകത്തെ പറ്റിയാണ്. സംസാരികൾക്ക് ഭയത്തെ ഉളവാക്കുന്ന ദേവി. അമൃതാദി മഹാശക്തി സംവൃത ഡാകിനീശ്വരി. ഇവിടെ വിശുദ്ധി ചക്രത്തിലെ ദേവതകളെയാണ് പറയുന്നത്. സ്വരാക്ഷര ദേവതകൾ എന്ന് പറയുന്ന അമൃതാദി ശക്തികൾ, അമൃതാദി ദേവതകൾ, ഇവരാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധി ചക്രത്തിൻ്റെ അധിദേവതയായ ഡാകിനീശ്വരിയെ പറ്റിയാണ് ഈ പറയുന്നത്. അടുത്തത് അനാഹതാബ്ജനിലയ ശ്യാമാഭ വദനദ്വയ. ഇപ്പോൾ ഡാകിനീശ്വരിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് രാഗിണീശ്വരിയാണ്. രാഗിണീശ്വരി ഹൃദയസ്ഥാനത്തെ അനാഹത ചക്രത്തിൽ വസിക്കുന്നു. ശ്യാമാഭ, കറുത്ത നിറമാണ്. വദനദ്വയ, 2 മുഖങ്ങളാണ്. അടുത്തത് ദംഷ്ട്രോജ്വല ക്ഷമാലാധിധര രുതിര സംസ്ഥിത. ദംഷ്ട്രോജ്വല, ഉജ്ജ്വലമായ പല്ലുകൾ, ദംഷ്ട്രകൾ. അക്ഷമാലാധിധര, രുദ്രാക്ഷമാല അണിഞ്ഞിരിക്കുന്നു. രുധിര സംസ്ഥിത, രക്തത്തിലാണ് ഈ ദേവി അധിവസിക്കുന്നത്. അടുത്തത് കാളരാത്ര്യാദി ശക്ത്യൗഘവൃത. അനാഹത ചക്രത്തിലെ അക്ഷരങ്ങളുടെ അതിദേവതമാരായ കാളരാത്രി മുതലായ ദേവതമാരുടെ ശക്തി സമൂഹത്താൽ ചുറ്റപ്പെട്ട ദേവി. സ്നിഗ്ധോദനപ്രിയ. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എണ്ണ, നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കിയ ദ്രവ്യങ്ങളിൽ പ്രിയമാണ് ദേവിക്ക്. അടുത്തത് മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. മഹാവീരന്മാർക്ക് വരത്തെ നൽകുന്ന ദേവി. അനാഹത ചക്രത്തിലെ അതിദേവതയായിട്ടുള്ള രാഗിണി ദേവിയെയാണ് ഈ പറഞ്ഞതെല്ലാം. അടുത്തത് മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത.
അടുത്തതായിട്ട് ലാഗിന്യാംബാ സ്വരൂപിണി, ലാഗിനി ദേവിയെ പറ്റിയാണ് പറയുന്നത്. നാഭീസ്ഥാനത്തിന് നേരെയുള്ള മണിപൂരക ചക്രത്തിൽ അധിവസിക്കുന്ന ഈ ദേവി 3 മുഖത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. ഓം മഹാദേവ്യൈ നമഃ.